റിംഗ് ലൈറ്റും വാങ്ങാൻ തീരുമാനിച്ചു. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വീഡിയോന് പുറകെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ നമുക്ക് ട്രൈപോഡും റിംഗ് ലൈറ്റും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു, എടുക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടൊക്കെയുള്ള സമയത്താണെങ്കിലും. അപ്പോൾ ഇപ്പോൾ റിംഗ് ലൈറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് 8 ഒരു 16ൻ്റെ പണി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ കുറച്ച് വേറെ സാധനങ്ങളോട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതൊക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാം നിങ്ങൾക്ക് വരും. അപ്പോൾ വീഡിയോ എല്ലാം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത്രയും ഒരു 4 സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. 5ാമത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് വേണം, അത് യൂസ് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ നേരത്തെ അത് പൊട്ടിച്ച് യൂസ് ചെയ്ത് പോയി. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെ സ്മഡ്ജ് മീ നോട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പീച്ച് കളറാണ് വാങ്ങിയത്. അത് ഞാൻ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഒരു കളറിലെ ലിപ്സ്റ്റിക്കാണ് ഞാൻ നോക്കിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വേറെ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴേക്കും കണ്ടത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്കിത് ഈ കളറോട് എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് മറ്റേ കളർ കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുപോലെ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്നും നോക്കിയെടുത്ത് എനിക്ക് അത്ര ശീലമില്ല. നമ്മൾ കടയിൽ പോയി വാങ്ങും, അത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അല്ലാതെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാം, നമുക്കൊന്നിച്ച് പഠിക്കാം. അപ്പം ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിയേക്കണത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഭയങ്കര പാക്കിങ് ആട്ടോ. ഇത്രയും വലിയ പാക്കറ്റൊക്കെ പൊടിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായ സാധനമാണിത്. കാണാൻ പറ്റുന്നുണ്ടോ? അതിങ്ങനെ എൻ്റെ കൈ വറക്കണയോണ്ട് കാണാൻ പറ്റില്ല എന്ന് തോന്നണം. ഇനി ഇതൊന്നും എനിക്ക് ഇട്ട് നോക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പ് വെച്ചാണ് ഇടാൻ പോണേ കേട്ടോ. എന്താണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇഷ്ടപ്പെട്ട കളറായാൽ മതിയായിരുന്നു. തുറന്നു നോക്കട്ടെ. കണ്ടിട്ട് കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുഴപ്പമില്ലാത്ത കളറാണെന്ന് തോന്നുന്നത്. പീച്ച് ബ്രീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡുണ്ട്. പീച്ച് ബ്രീച്ച് 44 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നേ. നമുക്ക് ഇനി ഒന്ന് ഇതിട്ട് നോക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നത് വാസ്ലിൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വാസ്ലിൻ്റെ പുറത്തേക്ക് ഞാനിതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഷുഗറിൻ്റെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കുറച്ച് നമ്മളുടെ ചുണ്ട് ഡ്രൈ ആക്കുമെന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് ഇതല്ല. ഞാനൊരു കുറച്ചും കൂടി ഒരു റെഡിഷ് കലർന്ന ഒരു കളറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നണല്ലേ. ഇട്ടിട്ട് വൃത്തിയായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ഈ ഒരു ഷെയ്ഡിൽ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എപ്പോഴും ഞാൻ വാങ്ങാറ്. അതുകൊണ്ട് എനിക്കിതിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊരു കുഴപ്പമില്ലാന്ന് തോന്നണല്ലേ. അപ്പം ഇടുമ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല ലിക്വിഡാണ്, നല്ല തിക്കായിട്ടുള്ള ലിക്വിഡ് ഇടുന്ന പോലെ. അത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും. ഇപ്പോഴേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് കഴുകി കളയേണ്ടി വരും. പോകുന്നില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സംഭവം. അപ്പോൾ ഇതാണ് ഷുഗറിൻ്റെ സ്മഡ്ജ് മീ നോട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്ത സാധനം നമുക്കുള്ളത് ഒരു ടീ ട്രീ ഓയിലാണ്. അത് ഇത്രയും വലിയ പാക്കറ്റിലാണ് വന്നേക്കണേ. നോക്കാം കേട്ടോ എങ്ങനെയാണ്. ടീ ട്രീ ഓയിൽ അവർക്കിതിലും ചെറിയ പെട്ടി കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. സാരമില്ല, നമുക്ക് സംഭവം കിട്ടിയാൽ പോരെ അല്ലേ.
ഇത് ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ഇത് ഇനി ഞാൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ ഇടാൻ പോണേ. ഇതിന് മുന്നേ ഞാൻ വേറൊരു സംഭവം വാങ്ങിയത്, സോറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംഭവം എന്ന് പറയും, എൻ്റെ വായിന്നിടയ്ക്ക് അങ്ങനെ വന്നു പോകും, നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ലാവൻഡർ ഓയിലാണ്, ഇത് ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ലാവൻഡർ ഓയിൽ ഞാൻ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month കഴിഞ്ഞു. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് പാക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ഞാൻ ഹെയറിനാണ് കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുത്ത് വാങ്ങിയത്. ഇത് നമുക്കൊരു വീഡിയോ ഉണ്ടാവും. ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ല കേട്ടോ. ഞാൻ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്താലും ലാവൻഡർ ഓയിൽ യൂസ് ചെയ്താലും എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയതാണേ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫേസ് പാക്കിലൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ച് നോക്കാം. ഇപ്പോൾ രണ്ടും ഞാൻ ഓർഗാനിക്കാണ് വാങ്ങിയത്. രണ്ടും 2 ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഇൻഡസ് വാലിയുടെ ലാവൻഡർ ഓയിൽ നോക്കിയപ്പോഴേക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങിയത്. ലാവൻഡർ ഓയിൽ സിയാൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയും ടീ ട്രീ ഓയിൽ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങിയേക്കുന്നത്. ഇത് അടിപൊളി സംഭവമാണ്. ഇത് നാച്ചുറലാണ്, 100% ഓർഗാനിക്കാണ്. അതുപോലെ തന്നെ ഇതും ഓർഗാനിക്കായിട്ടുള്ള സംഭവമാണ്. ഇത് പിന്നെയും വന്ന സംഭവം, സോറി. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ലാവൻഡർ ഓയിൽ നല്ല അടിപൊളി മണമാണ് ഇതിന് നോക്കട്ടെ, എന്നിട്ട് പറയാവേ. ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കണേന്ന് നോക്കട്ടെ. മറ്റേ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഡ്രോപ്പർ പോലത്തെ ഒരു സംഭവം. അതിൻ്റെ കൂടെ നമുക്ക് ടീ ട്രീ ഓയിലുണ്ട്. ടീ ട്രീ ഓയിൽ വെർജിൻ നാച്ചുറൽ അൺറിഫൈൻഡ് 100% പ്യുവർ ഓർഗാനിക് ടീ ട്രീ ഓയിൽ ആണ്. ഇതിൻ്റെ റിവ്യൂ ഇതിൻ്റെ യൂസസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമുക്കിനി വരാൻ പോകുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ കാണിച്ചു തരാവേ. ലാവൻഡർ ഓയിൽ ഇതെങ്ങനെ ഒരു കുപ്പിയാണ്, സെയിം അതുപോലെ തന്നെയാണ്, സെയിം സംഭവം. ലാവൻഡർ ഓയിൽ, ടീ ട്രീ ഓയിൽ. നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ അടുത്തതായിട്ട് വാങ്ങിയ സാധനം. ഇനിയുള്ളത് ഇത് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കില്ല. കാര്യം ഇത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വീഡിയോയാണ്. നമുക്ക് ബ്യൂട്ടി റിലേറ്റഡ് തന്നെ സംഭവമാണ്. ഒരു 2-3 ആഴ്ച പിടിക്കുമായിരിക്കും. കാര്യം ഇത് ഞാൻ ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു 2 ആഴ്ച എന്തായാലും പിടിക്കും. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടുമ്പോഴേക്കും ഒരു 3 ആഴ്ച കൂട്ടിക്കും. ആ സമയത്തിനായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ പോകുന്നതാണ് എനിക്ക് പണി കിട്ടിയ സംഭവം. ദാറ്റ് ഈസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റും വാങ്ങാൻ തീരുമാനിച്ചു. അതാണ് ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്ലസ് ഞാൻ ജോലിക്ക് പോകുന്നതും കൊണ്ട് കൂട്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇനി റിംഗ് ലൈറ്റും ട്രൈപോഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ എടുത്തങ്ങ് പോവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഫ്ലിപ്കാർട്ടിൽ ട്രൈപോഡും റിംഗ് ലൈറ്റും നോക്കി സംഭവം ബുക്ക് ചെയ്തപ്പം എനിക്ക് റിംഗ് ലൈറ്റിനെ കുറിച്ചും ട്രൈപോഡിനെ കുറിച്ചും ഒരറിവുമില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ സാധാരണ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ റിവ്യൂ നോക്കും, അതിലേതാ നല്ലതെന്ന് നോക്കും, എന്നിട്ട് വാങ്ങിക്കും. ഞാൻ അതിനൊന്നും നിന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങി എന്നുള്ള ഒരവസ്ഥയിലാണ്. ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. ഫ്ലിപ്കാർട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഒരു പ്രൊഡക്റ്റ് നോക്കുമ്പോഴേക്കും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നല്ലതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും നോക്കിയില്ല. ചാടിക്കേറി ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റും ബുക്ക് ചെയ്തു. ട്രൈപോഡ് വന്നത് ട്രൈപോഡല്ല, റിംഗ് ലൈറ്റ് വന്നത് ഈ ഒരു ബോക്സിലാണ്. ഈ ബോക്സിലാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വന്നത്. അപ്പം ഞാൻ ഓഫീസിലായിരുന്നു. എൻ്റെ നെസിയെ വിളിച്ചിട്ട്, എൻ്റെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞ്, നെറി നിൻ്റെ ട്രൈപോഡും റിംഗ് ലൈറ്റും വന്നിട്ടുണ്ട്, ഒരു കേക്കിൻ്റെ അത്രയുള്ള പെട്ടിയേ ഉള്ളൂ, ഞാൻ തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്നത് ട്രൈപോഡില്ല. റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നത് ഡാമേജ് ആയിട്ടുള്ള റിംഗ് ലൈറ്റാണ്. അതവർ പറഞ്ഞ ബ്രാൻഡിൻ്റെ റിംഗ് ലൈറ്റും അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അത് റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോഴാണെങ്കിലും റിപ്ലേസ്മെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, പ്രൊഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാലും അവരിനി വീണ്ടും അയക്കുന്നത് റിംഗ് ലൈറ്റ് ഇതേപോലെ ഡാമേജ്ഡ് ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം അത്രയും പോകും. ഇതിലും ഡാമേജ് ആയ പ്രൊഡക്റ്റ് മീൻസ് ഇപ്പം ഇത് പ്ലഗ് കുത്തിയിട്ട് നമുക്ക് ചാർജ് കറണ്ടിൽ
നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഡാമേജ് ആണെങ്കിലും. ഇനിയിപ്പോൾ അടുത്തത് കിട്ടുന്നത് ഇതിലും ഡാമേജ് ആണെങ്കിൽ അതും പോയില്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ കിട്ടിയ റിംഗ് ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ്, ഇപ്പം ഞാൻ വെച്ചേക്കുന്ന സെറ്റപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓടിച്ചിടും. അപ്പം അതെനിക്ക് പറ്റിയ ഒരു 8-16 പണിയാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തത് 1400 രൂപയുടെ സംഭവമാണ്. ക്യാഷും അടച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയത് ഈ പൊട്ട റിംഗ് ലൈറ്റാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം പൈസ കൊണ്ടേ കളഞ്ഞെന്ന്. അതാണ് എനിക്ക് കിട്ടിയ പണി. പിന്നെ ലിപ്സ്റ്റിക്കും എനിക്ക് ചെറിയ പണി കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഞാൻ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ റിവ്യൂ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വേറെ ഷെയ്ഡാണെന്ന് കണ്ടത്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ഷെയ്ഡാണെങ്കിൽ ഞാനങ്ങനെ യൂസ് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ഒരു ഷെയ്ഡായിട്ട്, പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആ ഒരു പിങ്ക് കളർ കണ്ടപ്പോഴേക്കും നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന പോലത്തെ ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നാച്ചുറലായിട്ടുള്ള ഒരു കളർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കും ലാവൻഡർ ഓയിലും ടീ ട്രീ ഓയിലും ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം. അതിൽ കയറി വാങ്ങിക്കോ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് പറ്റിയ ഒരു അബദ്ധവും പറഞ്ഞ 2-3 പ്രൊഡക്ട്സ് നമ്മുടെ ചാനലിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മളുടെ ഇനി വരുന്ന ദിവസങ്ങളുണ്ടാവും. ഓക്കെ. പിന്നെന്താ, അപ്പോൾ നമ്മളുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.